എന്തേ ഉത്തരം കൊടുക്കാന്? എന്താ ഇന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാത്തത്? വായു കൂടും മുമ്പ് ഉത്തരം കൊടുക്കുന്നല്ലേ നിങ്ങൾ പറയല്? എന്നിട്ട് എന്തേ ഉത്തരം കൊടുക്കാത്തത് എന്ന് നമ്മൾ പറയുമ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, മഞ്ഞക്കുളം ജാറത്തിന്റെ അടുത്തുള്ള ദർഗയിൽ നിന്ന് പിന്നെ കള്ളന്മാര് ദർഗയിലെ ആ ഭണ്ഡാരത്തിലെ പണം പൊളിച്ചു കൊണ്ടുപോയപ്പോ എന്തേ ഔലിയ സഹായിക്കാത്തതെന്ന് വെച്ചപ്പോ അലവി സഖാഫിന്റെ മറുപടി എന്താ അറിയോ? ബാബരി മസ്ജിദ് അള്ളാന്റെതല്ലേ, അപ്പൊ അള്ള എവിടെയായിരുന്നു? അള്ളാന്റെ ബാബരി മസ്ജിദ് എന്തേ അള്ള കാക്കാതിരുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ചിരിക്കേണ്ട ഒരു വിഷയമല്ല, മറിച്ച് ഒരു പണ്ഡിതൻ ഇത് പ്രസംഗിക്കാം. ഞാൻ പറയുന്നു, ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, അള്ളാനെ ഇങ്ങനെ പരിഹസിക്കുന്ന സദസ്സുകളിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളണം ഖുർആന്റെ നിർദ്ദേശം. അവര് യഥാർത്ഥമായ സംസാരത്തിലേക്ക് തിരിച്ചു വരും വരെ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയട്ടെ. പിന്നെ ആ സാധു പറയാണ് വലിയൊരു കാര്യമായിട്ട്. എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളെ ഈ മക്കാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ, വലിയ സ്ഥാനം വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാ നിങ്ങൾക്ക് അറിയണോ, മഞ്ഞക്കുളം മക്കാമില് കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. മഞ്ഞക്കുളം മക്കാമില് കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ എന്ത് എഴുന്നേറ്റ് വന്നിട്ട് ഓലെ തടുക്കാഞ്ഞൂ? എന്താപ്പാ അത്? വല്ലാത്തൊരു ചോദ്യം തന്നെ കേട്ടോ. അർശമ മുട്ടണ ചോദ്യം. ഇവിടെ ഒന്നും നിൽക്കൂല ആ ചോദ്യം, അങ്ങോട്ട് പോകും. ആ ജാതി ചോദ്യം. ഉളുപ്പ് വേണ്ട ഈ ജന്തുക്കൾക്ക് ഇത് ചോദിക്കാൻ. അല്ല, ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങൾ ഏതായാലും മസായിഖന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ഒരു അങ്ങനെ ഒരാൾക്കാർ, ഒരു പോയത്തക്കാരെന്ന് എഴുതിക്കോളി. നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ. ഞങ്ങൾ നിങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തരും. ഈ ജാതി വർത്താനൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അള്ളാഹിനോട് ഒന്നാണ് പറഞ്ഞൂടെ? എന്ത് പടച്ചോനെ തമ്പുരാൻ, ഈ സക്കാഫിമാരെ നശിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പണി തീരൂലേ? എന്ത് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ നശിക്കാത്തത്? ഒന്ന് പറഞ്ഞാണ്. നിങ്ങളൊന്ന് പറയും. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം ഭവനം, പള്ളിയുടെ മുഴുവൻ താഴികക്കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ? അത് മഹാന്മാരെ മക്ബറല്ലല്ലോ, അത് അള്ളാന്റെ പള്ളിയല്ലേ. എന്തേ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്ക് ഒരു കഴിവില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്രശക്തികൾ പൊളിച്ചത്. അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാഹിന്റെ വീടിന് ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയരുത്. ബാബരി മസ്ജിദ് അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണ്, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോൾ ആരെങ്കിലും കയ്യും കെട്ടി നോക്കി നിൽക്കൂ? അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തേ? അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായി. നമുക്ക് മനസ്സിലായിട്ടില്ല.